അതേ എടുത്തു. ബേബിച്ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഷൂട്ടിംഗ് പരിപാടി? നിങ്ങൾ തകർത്ത് അഭിനയിച്ചെന്ന് ഞാൻ അറിഞ്ഞു. എടാ ഉവേ, നിങ്ങൾക്കൊക്കെ അല്ലേ എന്നെ വലിയ പുച്ഛം. കഴിവുള്ള കലാകാരന്മാരെ ലോകം എന്നും അംഗീകരിക്കടാ. അങ്ങനെ ഈ ബേബിയുടെ കഴിവേ അവരംഗീകരിച്ചടാ. അവരിന്നലെ പെട്ടി മടക്കി പോയെന്ന് പറയുന്നു കേട്ടല്ലോ. ആ, അതിനിപ്പം ഷൂട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റിയതാ. ശിവേ, എനിക്കൂടെ ഒരു ചായ തന്നേര്. രാഘവേട്ടാ, ആണ്ടാപ്പടെ വെട്ടുകുഴി പാലത്തിന്റെ അവിടെ തലയോട്ട് കിടക്കുന്നതായിട്ട് നാട്ടുകാരും പത്രക്കാരും കൂടിയിട്ടുണ്ട്. തലയോട്ടിയോ? അന്നേ നമുക്ക് പോയി കണ്ടേച്ചു വരാം. ചായ വേണ്ട. ആ, അവരിനിയിപ്പം പോലീസ് നായകയായിട്ടായിരിക്കും വരുന്നത്. എന്തേലും തുമ്പൊക്കെ കിട്ടണ്ടേ? ഓ, എന്റെ വയറത്ര ശരിയല്ല. ഒരുപാട് താരിക്കുന്ന പോക്കോ. കഥ തിരഞ്ഞവരെ ലോകം അതുപോലുണ്ടേ തന്നെ നന്നെ. കഥ തിരയുവനായി വേഗം വരുമോ ചാരേ. ഇന്ന് രാവിലെ ഇതുവഴി പ്രഭാത സവാരിക്ക് ഇറങ്ങിയ ഷാജി എന്ന ആളാണ് ദുരൂഹ സാഹചര്യത്തിൽ കിടക്കുന്ന തലയോട്ടി ആദ്യമായി കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ ഷാജിയിലേക്ക് ചോദിച്ചറിയുന്നതിന് മുമ്പായി സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിച്ചറിയുന്നതിന് ശേഷം ഷാജിയിലേക്ക് തിരിച്ചു. ഷാജി പോലെ കേട്ടോ, വരണേ. തലയോട്ടി ആരുടെ ഇത് കഥയല്ലേ. ആരാദ്യം കണ്ടത്? ഞാനാ സാറേ. എപ്പോഴാ കണ്ടത്? എന്താ പേര്? തുറന്നത് പമ്പിൻ മാളമായി താമസിക്കുന്നത്. ഏകദേശം എത്ര മണിക്ക് തളർന്നു വീണുറങ്ങി കൊളുത്തിന്റെ ഇത് പണിയല്ലേ. സ്റ്റേഷൻ വരെ വരണം. ശരി സാർ. എന്താണിത് ഏതാണിത് വല്ലാത്ത പൊല്ലാപ്പ് മോഡാണിത്. എന്താണിത് ഏതാണിത് വല്ലാത്ത പൊല്ലാപ്പ് മോഡാണിത്. മനോ ബിസി. എന്താ സാറേ? ജോയിൻ ചെയ്തിട്ട് 2 ദിവസം ആയല്ലോ. ചിലവൊന്നും ചെയ്യുന്നില്ലേ? അതിനെന്നാ സാറേ, ചെയ്യാലോ. എന്നാ പിന്നെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്ത്. കേട്ടോ? പിന്നല്ലാതെ. എന്നാ ശരി സാറേ, ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് വിളിച്ചു. താൻ ആ സാധനം എടുത്ത് കവലങ്ങനെ ഇട്ടു. എൻ്റെ പൊന്നോ, കാണുമ്പോൾ തന്നെ പേടിയാവും. ഓ, അവൻ്റെ ഒരു തലയോട്ടി അവിടെ ഇരിക്കട്ടെ. ഇതുകൊണ്ട് ഫോറൻസിക് ലഭിച്ചിട്ടേ ഇന്നലെ വന്ന വഴി പ്രശ്നം എന്നെ നോക്കണം. ആ, നോക്കാം. കിട്ടിയോ സാറേ? ഒരു 20 മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞു. 20 മിനിറ്റ്. പെട്ടത്തുകൊല്ലം മാരകത്തോട് റൂട്ടിൽ മിസ്റ്റർ പാസിംഗ് എത്രയും പെട്ടെന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്യാനാണ്. ഓവർ. മെസ്സേജ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഓവർ. ഓക്കെ, വണ്ടി എടു സാറേ. ഫുഡ് പാഴ്സൽ എടുത്ത് ഡെലിവറി ചെയ്യാൻ പറയണം. പറയളിയാ. ആണോ? ഓക്കെ ഓക്കെ, ഇപ്പൊ അടിപൊളി. സ്റ്റാർട്ട് ആവണല്ലോ. ഓ, ഒന്നാമത് ഓടത്തില്ല. മയില് അതിൻ്റെ ഇടയ്ക്ക് പഞ്ചർ.
ഇങ്ങേരിത് എവിടെ പോയി കിടക്കുക? വിളിച്ചാ ഫോണും എടുക്കുകയല്ല. വല്ല സിനിമാക്കാരും കൊണ്ടുപോയോ? ബേബിച്ചേട്ടാ, ബേബിച്ചേട്ടോ. ആരാ? കുഞ്ഞുമോനാണോ? അതെ ചേച്ചി. ഞാനേ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. ആണോ? എന്നാ കുഞ്ഞുമോനെ രാവിലെ ഇറങ്ങിയേ? അതെ, ബേബിച്ചേട്ടൻ ഇവിടെ ഇല്ലേ? ഓ, അങ്ങനെ രാവിലെ ഒരു പോക്ക് പോയതാ. ആണോ? അവരെല്ലാം വല്ല കഥയും ആ, പറഞ്ഞു. എന്നാ ഞാൻ തിരക്കെന്ന് പറഞ്ഞിരി ചേച്ചി. ആ, എന്നാ ഞാൻ പോവാ. ആ ശരി കുഞ്ഞുമോനെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഫോൺ ഓഫ് ചെയ്ത ഇയാളെ ഇനി എവിടെ പോയി തപ്പിപ്പിടിക്കും? ഇനി ആടുതോമ കയറി വല്ല തോട്ട വെട്ടിക്കാനും പോയതാണോ? ആ, എന്തായാലും കവല വരെ ഒന്ന് പോയി നോക്കാം. വലിയ ട്രാഫിക് ഒന്നും ഇല്ല. നാണ്ടോ മൂന്നോമാര് പോകുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. എന്നാണ് ഇത്ര താമസം കൊണ്ടുതരാം? വിട്ടോ വിട്ടോ. പകൽ വീണതാ വിധിമുഖമായി നിധി തേടിയോർ അടയാളികൾ തലതാഴ്ത്തിയേ ചിറകറ്റു വീഴും രാപക്ഷി മുറി മാറു കീറും തീയമ്പുകൾ പൊരുളേ തരണം അഭയം വിധിയില്ല ലോകത്തെല്ലാ കാലത്തും